നമസ്കാരം. യുഎസിലെ ട്രക്കിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന അനധികൃതമായ കുടിയേറ്റക്കാരായ ഡ്രൈവർമാരെ മാറ്റി പകരം അമേരിക്കൻ സൈനികരെ നിയമിക്കാനുള്ള നിർദ്ദേശവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുമ്പോൾ അത് സ്വാഭാവികമായും ഇന്ത്യക്കാരെ അല്ലെങ്കിൽ മലയാളികൾക്ക് ഒരു തിരിച്ചടി നൽകുകയാണ്. പെൻസിൽവേനിയ ഡിഫൻസ് ആൻഡ് ഇന്നൊവേഷൻ സമ്മിറ്റിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ് ഈ പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അനധികൃതമായി എത്തിയ പല ട്രക്ക് ഡ്രൈവർമാരും സുരക്ഷിതരല്ല എന്നും രാജ്യത്തുണ്ടാക്കുന്ന പല മാരകമായ വാഹന അപകടങ്ങൾക്കും കാരണം ഇവരാണ് എന്നും ട്രംപ് കുറ്റപ്പെടുത്തുന്നു. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെയുള്ള നടപടികൾ ട്രംപ് ഭരണകൂടം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഈ പുതിയ നീക്കം ഉണ്ടായിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ട്രംപിന്റെ നിർദ്ദേശം പ്രാവർത്തികമായാൽ യുഎസിലെ ട്രക്കിംഗ് മേഖലയിൽ സജീവമായ ആയിരക്കണക്കിന് ഇന്ത്യൻ കുടിയേറ്റക്കാരെ, പ്രത്യേകിച്ച് പഞ്ചാബ്, ഹരിയാന സ്വദേശികളെ ഇത് ദോഷകരമായി ബാധിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. അനധികൃത കുടിയേറ്റക്കാരായ ട്രക്ക് ഡ്രൈവർമാർക്കെതിരെ തങ്ങളുടെ ഭരണകൂടം ഉടൻ തന്നെ ചരിത്രപരമായ നടപടി സ്വീകരിക്കുമെന്നാണ് ട്രംപ് ഉച്ചകോടിയിൽ വ്യക്തമാക്കിയത്. അനധികൃതമായി എത്തിയ ഈ ഡ്രൈവർമാർ റോഡിലെ ബോർഡുകൾ പോലും വായിക്കാൻ അറിയാത്തവരാണ്. അവരിൽ പലരും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളാണ്. ഇത്തരക്കാർ വലിയ വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ല. തികച്ചും നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് കടന്ന അവരെ നമുക്ക് ആവശ്യമില്ല എന്നും, എന്നാൽ അവർ ഇപ്പോൾ അമേരിക്കൻ റോഡുകളിലുടനീളം വണ്ടി ഓടിക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു വെക്കുന്നു. ഇവർക്ക് പകരമായി അഭിമാനികളായ അമേരിക്കൻ സൈനികരെ ഈ തസ്തികയിലേക്ക് നിയമിക്കുമെന്നും അവരെ ട്രക്ക് ഓടിക്കാൻ പഠിപ്പിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. യുഎസ് സൈന്യത്തിനു വേണ്ടി കനത്ത വാഹനങ്ങൾ ഓടിച്ചിട്ടുള്ള ഏത് അമേരിക്കൻ പൗരനും വാണിജ്യ ഡ്രൈവിംഗ് ലൈസൻസിന് അർഹതയുണ്ടായിരിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. പൊതുജന സുരക്ഷയും മുൻ സൈനികർക്കുള്ള തൊഴിലവസരവും മുൻനിർത്തിയാണ് ഈ നീക്കം എന്നതാണ് ഔദ്യോഗിക വിശദീകരണം. അമേരിക്കയിലെ ട്രക്കിംഗ് മേഖലയിൽ ഇന്ത്യൻ കുടിയേറ്റക്കാർക്ക്, പ്രത്യേകിച്ച് സിഖ് വംശജർക്ക് വലിയ സ്വാധീനമുണ്ട്. നോർത്ത് അമേരിക്കൻ പഞ്ചാബ് ട്രക്കേഴ്സ് അസോസിയേഷന്റെ കണക്കനുസരിച്ച് യുഎസിൽ 1.5 ലക്ഷത്തോളം ട്രക്ക് ഡ്രൈവർമാർ പഞ്ചാബ്, ഹരിയാന സ്വദേശികളാണ്. ഇവരിൽ ഭൂരിഭാഗവും യുഎസ് പൗരന്മാരോ സ്ഥിര താമസക്കാരോ ആയി നിയമപരമായി ജോലി ചെയ്യുന്നവരാണ്. എങ്കിലും അടുത്തിടെയുണ്ടായ ചില അപകടങ്ങൾ കടുത്ത നിയന്ത്രണങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ സാൻ ബെർണാഡിനോ കൗണ്ടിയിലുണ്ടായ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ പ്രതിയായ ഷജൻ പ്രീതി സിംഗ് എന്ന 22-കാരനായ ഇന്ത്യൻ വംശജനായ ഡ്രൈവർ യുഎസിൽ അനധികൃതമായി താമസിച്ചിരുന്നത്. ഇയാൾക്ക് കോടതി 5 വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് പുതിയ കർശന നടപടികളിലേക്ക് നീങ്ങാൻ ട്രംപ് ഭരണകൂടത്തെ പ്രേരിപ്പിക്കുന്നത്. നിലവിൽ കുടിയേറ്റക്കാർക്ക് എതിരെയുള്ള നടപടികളുടെ ഭാഗമായി കഴിഞ്ഞ മാർച്ചിൽ നിയമപരമായി അനുമതിയുള്ള 2 ലക്ഷത്തോളം കുടിയേറ്റ ഡ്രൈവർമാർക്ക് ലൈസൻസ് നഷ്ടമായതായും റിപ്പോർട്ടുകളുണ്ട്. ഡ്രൈവർമാരുടെ കുറവ് നേരിടുന്ന യുഎസ് ട്രക്കിംഗ് വ്യവസായ മേഖലയെ ട്രംപിന്റെ ഈ പുതിയ പരിഷ്കാരം എങ്ങനെ ബാധിക്കുമെന്ന് ആശങ്ക ഉയരുന്നുണ്ട്. ഈ വർഷം മാർച്ച് മാസത്തിൽ മാത്രം നിയമപരമായ രേഖകളുള്ള 2 ലക്ഷത്തോളം കുടിയേറ്റക്കാരായ ഡ്രൈവർമാരുടെ ലൈസൻസുകൾ ഭരണകൂടം റദ്ദാക്കിയിരുന്നു. ഇംഗ്ലീഷ് ഭാഷാ വൈദഗ്ധ്യ പരിശോധന നിർബന്ധമാക്കിയതും കൊമേഴ്ഷ്യൽ ലൈസൻസ് നൽകുന്നതും തടഞ്ഞുകൊണ്ടുള്ള പുതിയ നിയമങ്ങളും ഈ മേഖലയിൽ ഇന്ത്യൻ തൊഴിലാളികൾക്ക് ഇതിനകം തന്നെ തിരിച്ചടിയുണ്ടായിട്ടുണ്ട്. അമേരിക്കൻ പൗരന്മാർ വലിയ ട്രക്കുകൾ ഓടിക്കാൻ വിമുഖത കാണിച്ചതിനെ തുടർന്നാണ് സമീപകാലത്ത് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാർക്ക് ഈ മേഖലയിൽ വൻതോതിൽ ആകർഷിക്കപ്പെടുന്നതും എന്തായാലും മികച്ച വരുമാനം ലഭിക്കുന്നതും ഇതിനൊരു കാരണമായി തീരുന്നുണ്ട്. നോർത്ത് അമേരിക്കൻ പഞ്ചാബ് ട്രക്കേഴ്സ് അസോസിയേഷന്റെ കണക്കനുസരിച്ച് യുഎസിലെ ട്രക്കിംഗ് മേഖലയിൽ 1,30,000-നും 1,50,000-നും ഇടയിൽ പഞ്ചാബി, ഹരിയാന സ്വദേശികൾ ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ ട്രംപിന്റെ ഈ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ മൊത്തത്തിൽ തിരിച്ചടിയാകുന്നത് ഇന്ത്യക്കാർക്കാണ്.